Assalamualaikum. Welcome back to Crazy Cooking. ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി കേക്കുമായാണ്. അതൊരു ബ്ലൂ വെൽവെറ്റ് കേക്കാണ്. ഇത് ബ്ലാക്ക് ഫോറസ്റ്റിന്റെ സ്പോഞ്ച് കേക്ക് പോലെയുള്ളതല്ല, ഇത് കുറച്ച് ഡിഫറെന്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ആദ്യം നമുക്ക് ബട്ടർ മിൽക്ക് തയ്യാറാക്കണം. അതിനുവേണ്ടി 1/4 കപ്പ് പാലിൽ 1/2 ടീസ്പൂൺ വിനാഗർ ചേർത്ത് മാറ്റിവെക്കണം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് തരിച്ചെടുക്കാം. അതിനുവേണ്ടി 1 കപ്പ് ഫ്ലോറിൽ നിന്ന് 1 ടീസ്പൂൺ ഫ്ലോർ മാറ്റി അതിലേക്ക് കൊക്കോ പൗഡർ ചേർക്കുക. ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഉപ്പ് എന്നിവ കൂടി ചേർത്ത് 3 തവണയെങ്കിലും തരിച്ചെടുക്കണം. ഇനി 1/4 കപ്പ് ഓയിലും 1/4 കപ്പ് ബട്ടറും ഒരു പാത്രത്തിലേക്ക് മാറ്റണം. ഇതിലേക്ക് 3/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് നന്നായി ബീറ്റ് ചെയ്യണം. 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർക്കണേ. ഇനി ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് നന്നായി ബീറ്റ് ചെയ്യണം. ഇത് നന്നായി ബീറ്റ് ചെയ്യണം, എന്നാലേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. ഇനി നമുക്ക് അടുത്ത മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇതും നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ റെഡിയാക്കിയ ബട്ടർ മിൽക്ക് കൂടി അതിലേക്ക് ചേർക്കാം. ഇനി ഇതും കുറച്ച് സമയം നന്നായി ബീറ്റ് ചെയ്യണം. ഇനി നമുക്കിതിലേക്ക് ബ്ലൂ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ കളർ വേണ്ടത് അതിനനുസരിച്ച് കുറച്ച് കളർ ചേർത്താൽ മതി. ഇനി നമ്മൾ തരിച്ചു വെച്ച ഇൻഗ്രീഡിയൻസ് അതിലേക്ക് കുറച്ചായി ചേർത്ത് കൊടുക്കുക. ഇത് മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കണം, ഓവർ മിക്സ് ചെയ്യരുത്. ഇപ്പം എല്ലാം നമ്മൾ ചേർത്ത് കഴിഞ്ഞ് ഇപ്പം നമ്മൾ വെറുതെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഇതൊരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ്. ഇതിലോട്ടാണ് നമ്മൾ ഈ മിക്സ് മാറ്റുന്നത്. ഇനി ഇത് എയർ ബബിൾസ് ഒക്കെ പോകുന്ന വരെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് 170 ഡിഗ്രിയിൽ 10 മിനിറ്റിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് മാറ്റാം. 35 മിനിറ്റാണ് ഇത് ബേക്ക് ചെയ്തത്. ഇനി നമുക്ക് ശരിക്കും ബേക്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഇത് നന്നായി ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ലെയറായി കട്ട് ചെയ്തെടുക്കാം. മുകളിൽ നിന്ന് എടുക്കുന്ന ഈ ഭാഗം നമുക്ക് ഡെക്കറേഷന് വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി ഈ കേക്ക് നമുക്കൊരു 3 ലെയറായി കട്ട് ചെയ്യാം. കേക്ക് ഭയങ്കര സോഫ്റ്റാണ്, അപ്പോൾ സൂക്ഷിച്ച് മുറിക്കണം, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. ഇപ്പം 3 ലെയർ
റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച പീസ് പൊടിച്ചിട്ട് ഫ്രൈ പാനിലിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇത് തണുത്തതിന് ശേഷം ഇത് നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഡെക്കറേഷനിലേക്ക് പോവാം. വിപ്പിംഗ് ക്രീമാണ് ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്നത്. സാധാരണ റെഡ് വെൽവെറ്റിനും ബ്ലൂ വെൽവെറ്റിനും ഒക്കെ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഷുഗർ സിറപ്പ് കൊണ്ട് ഓരോ ലെയറും നന്നായി നനച്ചു കൊടുക്കണം. 3 ലെയറും ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രം കോട്ടിംഗ് ആണ്. ക്രം കോട്ടിങ്ങിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും ഈ കേക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണം. ഇപ്പോൾ ക്രം കോട്ടിംഗ് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ സെക്കൻഡ് കോട്ടിംഗ് ചെയ്യാൻ പോവാണ്. അത്യാവശ്യം ക്രീം എടുത്ത് തന്നെ സെക്കൻഡ് കോട്ടിംഗ് ചെയ്യണം, എന്നാലേ നല്ല നീറ്റായിട്ട് കിട്ടുള്ളൂ. ഫിനിഷിങ് നിങ്ങൾക്ക് പറ്റുന്ന അത്രയും നീറ്റാക്കി ചെയ്യണം, എന്നാലേ അതിന് ഭംഗി ഉണ്ടാവുള്ളൂ. ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് കൊണ്ട് എങ്ങനെ കേക്ക് ഉണ്ടാക്കുന്നതെന്ന് വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഇപ്പം നല്ല ഷേപ്പായി വന്നിട്ടുണ്ട്. സെക്കൻഡ് കോട്ടിന് ഏകദേശം കഴിയാറായി. അപ്പം നമുക്ക് ബാക്കിയുള്ള ഡെക്കറേഷൻസിലേക്ക് പോവാം. ആദ്യം നമുക്ക് കുറച്ച് നേരം മുമ്പ് പൊടിച്ചു വെച്ച കേക്ക് ക്രംസ് തരിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇതൊരു തരിപ്പ് കൊണ്ട് തന്നെ ചെയ്യണം, എന്നാലേ നല്ലൊരു വെൽവെറ്റ് എഫക്റ്റ് കിട്ടുള്ളൂ. മുകൾ ഭാഗത്ത് മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. ഇത് കുറച്ച് വിപ്പിംഗ് ക്രീമിൽ ബ്ലൂ കളർ ചേർത്തതാണ്. ഇത് വൈറ്റ് വിപ്പിംഗ് ക്രീമുമാണ്. ഇനി ഇത് രണ്ടും കൂടി സ്റ്റാർ നോസിലിട്ട് മറ്റൊരു ബാഗിലേക്ക് മാറ്റാം. ഇതുകൊണ്ടാണ് നമ്മൾ ഇതിന് ഫ്ലവർ ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് മുകൾ ഭാഗത്ത് ഡെക്കറേറ്റ് ചെയ്യാം. 2 കളറും കൂടെ ആകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അതുകൊണ്ടാണ് ഈ 2 കളറും യൂസ് ചെയ്യുന്നത്. ഇനി താഴെ കൂടി ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ഇത് ഞങ്ങളുടെ ഒരു ചെറിയ ഐഡിയ ആണ്. ഇത് ഷുഗർ ബോൾസ് ആണ്. ഇതും കൂടി നമുക്ക് കുറച്ച് വെതറി കൊടുക്കാം. കുറച്ചുകൂടെ ഒരു ഭംഗി കിട്ടാനാണ് ഇത് ചെയ്യുന്നത്, വേറെ ഒന്നിനല്ല, നിർബന്ധമൊന്നുമില്ല. ഇപ്പം നമ്മുടെ സൂപ്പർ ബ്ലൂ വെൽവെറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം ക്യാമറയിലൂടെ കാണുമ്പോൾ കുറച്ച് ഗ്രീൻ കളറായിട്ട് തോന്നും, പക്ഷെ ഇത് ഡാർക്ക് ബ്ലൂ. നമ്മൾ കട്ട് ചെയ്ത കേക്കാണ്. ഇത് നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം.
നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടില്ലേ എങ്കിൽ സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി